ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് അമ്മയോടും ചേച്ചിയോടും കുട്ടികളോടും ഒക്കെ ബൈ പറഞ്ഞ് ഇന്നത്തെ ദിവസം നമ്മളിതാ പുതിയൊരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. തുടക്കം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അവസാനിക്കുന്നതോ വഴിയെ പറയാം. വിദേശ രാജ്യങ്ങളിൽ നമുക്ക് വണ്ടി ഓടിക്കാനുള്ള IDP എന്ന ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് അവസാനം MBDയുടെ കയ്യിൽ നിന്ന് അത് കിട്ടില്ല എന്ന് ഉറപ്പായതോടു കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയത്. അതുകൊണ്ടാണ് എൻ്റെ യാത്ര ഇത്രയധികം ഡിലേ ആയത്. നേരെ വന്നത് തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. എന്തിന് തിരുവനന്തപുരത്ത് വന്നു എന്നല്ലേ, നമുക്ക് ഇൻ്റർനാഷണൽ യാത്ര തുടങ്ങേണ്ടത് തിരുവനന്തപുരത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. ഇത്തവണത്തെ നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ നിന്നാണ്. എന്നെ ഇവിടെ കാത്ത് എൻ്റെ സുഹൃത്ത് ജോയലുണ്ടായിരുന്നു. അവനാണ് എന്നെ എയർപോർട്ടിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തം. രാത്രി 11:15ഓടെയാണ് ഫ്ലൈറ്റ്. 8 മണിയോടെയെങ്കിലും എയർപോർട്ടിലെത്തണം. എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടൗണുകളിലൊന്നാണ് തിരുവനന്തപുരം. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ വൃത്തിയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് കൃത്യസമയത്ത് തന്നെ എത്തി. എന്നോട് ഭയം പറഞ്ഞ് സന്തോഷവാനായിട്ട് ജോലി തിരിച്ചുപോയി. പക്ഷേ ആ സന്തോഷം അവന് അധിക നേരം നീണ്ടു കിട്ടത്തില്ല. ഇത്തവണത്തെ യാത്ര സ്കൂട്ട് എയർലൈൻസിലാണ്. ഇവിടെ നിന്നും നേരെ സിംഗപ്പൂരിലേക്ക്, അവിടെ നിന്നും ഇന്തോനേഷ്യയിലെ പതാങ്ങിലേക്ക്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രകൾക്ക് സ്കൂട്ട് എയർലൈൻസ് നല്ലൊരു ചോയ്സാണ്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. യാത്രയിലുണ്ടല്ലോ തുടക്കത്തിൽ തന്നെ ചെറിയൊരു രണ്ട് പ്രതിസന്ധിയാണ്. ഒന്ന്, ഞാൻ എൻ്റെ ചാർജർ, വിവോയുടെ പുതിയൊരു ചാർജർ വാങ്ങിയിട്ട് ഞാനിപ്പോൾ പോയിട്ട് ജോലിൻ്റെ കൂടെ പോയി വാങ്ങിയിട്ട് വന്നതാണ്. അത് ഞാൻ അവൻ്റെ റൂമിൽ വെച്ച് മറന്നുപോയി, എടുത്തില്ല. എന്നിട്ട് അവനിപ്പോൾ അത് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെയിറ്റിംഗ് ആണ്. അതുകൂടാതെ വേറൊരു കാര്യം, കഴിഞ്ഞ തവണ നമ്മൾ ഇന്തോനേഷ്യ പോയ സമയത്തെ നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു. കാരണം നമ്മൾ ഒരു മാസത്തെ പരിപാടിയും അത് എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ ആയിട്ടില്ല പോയത്. അന്ന് ഇൻഡിഗോ എന്ന് പറയുന്ന ഫ്ലൈറ്റിനാണ് പോയത്. പക്ഷേ ഇതിൻ്റെ ഫ്ലൈറ്റിന് അതും കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോലാലംപൂരിൽ നിന്നാണ് നമ്മൾ ഷിപ്പ് വഴിയാണ് പോയത്. അതൊക്കെ കൊണ്ട് അന്ന് റിട്ടേൺ ടിക്കറ്റിൻ്റെ ആവശ്യം വന്നില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ ഇത് പ്രത്യേകിച്ച് സ്കൂട്ട് എയർലൈൻസിൽ അവർ ചോദിക്കുന്നുണ്ട് റിട്ടേൺ ടിക്കറ്റ്. അപ്പോൾ ഞാൻ ഒരു ടിക്കറ്റ് കൂടി ബുക്ക് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ. ആ ചാർജർ വരണം, അതിൻ്റെ കൂടെ ടിക്കറ്റ് കൂടി ബുക്ക് ചെയ്യണേ. പ്രതിസന്ധിയിലാണല്ലോ തുടങ്ങുന്നത് യാത്ര. കൗണ്ടർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ജോയൽ അങ്ങനെ ചാർജറും കൊണ്ട് വന്നു. റിട്ടേണുള്ള ടിക്കറ്റും ബുക്ക് ചെയ്തു. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടി, അകത്ത് കയറി. സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ അവിടെയും അതുപോലെ തന്നെ എമിഗ്രേഷൻ്റെ അവിടെയൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. എമിഗ്രേഷൻ്റെ അവിടെ ഓഫീസർക്ക് ഞാൻ ഇങ്ങനെ ഒരു യാത്രയ്ക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകുന്ന ഡെസ്റ്റിനേഷനൊക്കെ കേട്ടപ്പോഴത്തേക്കും വല്ലാത്തൊരു കൗതുകം. അദ്ദേഹമായിട്ടൊക്കെ കുറച്ചധികം നേരം സംസാരിച്ചു. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകളും അതുപോലെ തന്നെ വൃത്തിയുള്ള ചുറ്റുപരിസരവും ഒക്കെ ഉള്ള ചെറിയ ഒരു കുട്ടി നല്ല ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ട്രിവാൻഡ്രം. ഞാൻ ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നും ഒരു വിമാനയാത്ര നടത്തുന്നത്. ഈ ഒരു സമയത്ത് വലിയൊരു കാര്യത്തിന് ഞാൻ എന്നോട് തന്നെ നന്ദി പറയുന്നുണ്ട്. കാരണം ഞാൻ ഇൻഡിഗോ എന്ന ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാതിരുന്നത്. കാരണം ഇൻഡിഗോയ്ക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രതിസന്ധി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. സ്റ്റാഫുകളുടെ ഷോർട്ടേജ് കാരണം നിരവധി ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആവുകയും ഡിലേ ആവുകയും ഒക്കെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഡിഗോയിൽ. എനിക്കുണ്ടല്ലോ എക്സിറ്റിനോട് ചേർന്ന സീറ്റാണ് അവർ അനുവദിച്ചു തന്നത്. അതെന്തായാലും നന്നായി. കാരണം ലെഗ് സ്പേസ് കുറച്ച് കൂടുതലുള്ള സീറ്റ് 4.5 മണിക്കൂറോളം നമുക്ക് ഇരിക്കുമ്പോൾ വളരെ ഉപകാരമാണ്. 11:15 ഇവിടെ നിന്ന് പുറപ്പെടുന്ന നമ്മൾ 6 മണിക്ക് മാത്രമേ സിംഗപ്പൂരിലേക്ക് എത്തിച്ചേരത്തുള്ളൂ. അങ്ങനെ റൺവേയിലൂടെ കുതിച്ചു പാഞ്ഞ നമ്മളുടെ ഫ്ലൈറ്റ് പതുക്കെ ആകാശത്തേക്ക് ഉയർന്നു. നമ്മളുടെ അടുത്ത ഇൻ്റർനാഷണൽ യാത്രയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരത്തു നിന്നും പറന്നു പൊങ്ങി ശ്രീലങ്കയ്ക്ക് മുകളിലൂടെ ഇന്ത്യൻ ഓഷ്യനിലൂടെ പറന്ന് നേരെ സുമാത്രയ്ക്ക് മുകളിലൂടെ സിംഗപ്പൂരിൽ ചെന്ന് ലാൻഡ് ചെയ്യുന്നു. അതിനുശേഷം സിംഗപ്പൂരിൽ നമ്മളുടെ യാത്ര അവസാനിപ്പിക്കത്തില്ല. അവിടെ നിന്ന് വീണ്ടും സുമാത്രയ്ക്ക് മുകളിലൂടെ പറന്ന് അവിടുത്തെ വെസ്റ്റ് പട്ടണമായിട്ടുള്ള പതാങ്ങിലേക്ക് എത്തിച്ചേരുന്നു. ചെറിയ രീതിയിലൊന്നും മയങ്ങിയ ഞാൻ കണ്ണു തുറന്നത് പുറത്ത് ജനലിലൂടെ സൂര്യപ്രകാശം പോലെ ഒരു കാഴ്ച കണ്ടിട്ടാണ്. നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ചതൊന്നുമല്ല, നമ്മളുടെ സിംഗപ്പൂർ നഗരമില്ലേ, അതങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന കാഴ്ചയാണ്. സിംഗപ്പൂർ നിങ്ങൾക്കറിയാലോ, ലോകത്തിലെ തന്നെ ഏറ്റവും ഡെവലപ്ഡായ രാജ്യങ്ങളിലൊന്നും അതുപോലെ തന്നെ ഡെവലപ്ഡായ പട്ടണവുമാണ്. അതിൻ്റെ എല്ലാ പ്രൗഢിയും ഈ ഒരു ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ടറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടല്ലോ ഇവിടെ എത്തി നിൽക്കുമ്പം ഒരു സങ്കടകരമായ കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന നഗരത്തിലേക്ക് എനിക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റില്ല. കാരണം എൻ്റെ കയ്യിൽ സിംഗപ്പൂർ വിസയില്ല. സിംഗപ്പൂരിലേക്കുള്ളൊരു യാത്ര നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുമില്ല. ഗുഡ് മോർണിംഗ്. സമയമുണ്ടല്ലോ പുലർച്ചെ 6:30. നമ്മളങ്ങനെ ഒഫീഷ്യലി അല്ലെങ്കിലും അൺഒഫീഷ്യലായിട്ട് സിംഗപ്പൂരിൻ്റെ മണ്ണിലേക്ക് ലാൻഡായി. ശരിക്കും നമുക്കിവിടെ ഉണ്ടല്ലോ ഒരു 5.5 മണിക്കൂറിൻ്റെ ഹാൾട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിന്നാണ് ഇന്തോനേഷ്യക്കുള്ള നമ്മളുടെ കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളത്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. എന്തായാലും കാലാവസ്ഥയൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം തെളിഞ്ഞ കാലാവസ്ഥയൊക്കെയാണുള്ളത്. ശരിക്കും ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് പോകേണ്ട ഗേറ്റ്, അതായത് നമ്മൾ 6 മണിക്കൂറിൽ താഴെ ഇവിടെയുള്ളൂ. അതുകൊണ്ട് തന്നെ സിംഗപ്പൂരിൽ വിസയുടെ ആവശ്യമൊന്നുമില്ല. നമുക്കല്ലാതെ തന്നെ ഇവിടുത്തെ ജസ്റ്റ് ഗേറ്റ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് മാറി കയറി പോകാമെന്നുള്ള. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ ആ ഒരു ഗേറ്റ് ഏതാണെന്നുള്ളത് അറിയത്തില്ല. അത് നമുക്ക്
ഫ്ലൈറ്റിൻ്റെ ബോർഡ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അതാ അവിടെ കുറേ ആളുകൾ നോക്കിക്കുന്ന ബോർഡ് ഉണ്ടെങ്കിൽ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്കത് ആദ്യമേ തപ്പി കണ്ടുപിടിക്കാവേ. അവിടെ പോയി കുറച്ച് നേരം ഞാൻ നോക്കി നിന്നു. നമ്മളുടെ ഫ്ലൈറ്റിൻ്റെ ആ ഒരു ഇതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇത് എൻ്റെ ബോർഡിംഗ് പാസിലാണെങ്കിലും ആ ഒരു ഗേറ്റ് ആയിരുന്നു കൊടുത്തിട്ടില്ല. കാരണം നമുക്ക് ഇവിടെ ഒന്നും 11:15 എടുക്കത്തുള്ളൂ. സമയം 6:30 ആയിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും എത്താറായിട്ടുള്ള ടൈമായിട്ടില്ല. പിന്നെ ഉണ്ടല്ലോ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിതാ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് കയറുമ്പം തന്നെ ഗേറ്റുകൾ തന്നെയാണ്. അത് ഫ്ലൈറ്റ് ഇറങ്ങി നേരെ കയറുന്നത് ഗേറ്റുകളുടെ സെക്ഷനിലേക്കാണ്. അതുകൂടാതെ ഉണ്ടല്ലോ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് കാണാം മറ്റ് ടെർമിനൽ 2, 3 പോകുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം അടുത്തടുത്താണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സിംഗപ്പൂർ എയർപോർട്ട് അത്യാവശ്യം നല്ല പോഷാണെന്ന്. ശരിക്കും പോഷ് തന്നെയാണ് കേട്ടോ. ഈ നിലത്തൊക്കെ ഇല്ലേ ഇതുണ്ടെങ്കിൽ എന്താ തുണി ടൈപ്പ് മെറ്റീരിയലാണ് അതൊക്കെയാണ് ഇട്ടേക്കുന്നത്. നൈസായിട്ടുണ്ട്. വെറുതെ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ടൈമുണ്ട്, കുറച്ച് നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടി പോകാൻ പറ്റുന്ന അത്രയും ദൂരം ഒന്ന് നടന്ന് ഈ ഒരു സിംഗപ്പൂർ എയർപോർട്ട് നമുക്കൊന്ന് കാണാം കേട്ടോ. മറ്റേ ഇൻഡോർ പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ഒക്കെ നട്ടേക്കുന്നത് കണ്ടോ. പുറത്ത് പതുക്കെ സൂര്യവെളിച്ചം വന്ന് തുടങ്ങുന്നതേ ഉള്ളേ. ഇവിടെ നിന്നേ ഇത് അങ്ങ് ദൂരമായിട്ടും ഇതുണ്ടെങ്കിൽ സി മുതൽ അങ്ങനെ പല ഗേറ്റുകളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ നമ്മളുടെ ലോകത്തിലേക്കുള്ള പല രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസ് ഈ ഒരു സിംഗപ്പൂർ വഴിയാണ് കുറേയധികം ഈ ഒരു എയർലൈനുകൾക്ക് ട്രാൻസിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലൈറ്റുകൾ വരുന്ന ഒരു എയർപോർട്ടാണ്, തിരക്കുള്ളൊരു എയർപോർട്ടാണ്. ഞാനെന്തായാലും കുറച്ച് നടക്കട്ടെ. പിന്നെ ഉണ്ടല്ലോ നിങ്ങൾക്കറിയാമല്ലോ ഇന്തോനേഷ്യക്ക് വേണ്ടിയിട്ട് വിസ ഒന്നെങ്കിൽ ഓൺ അറൈവലുണ്ട്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എടുക്കാം. ഓൺലൈനായിട്ട് എടുക്കുന്നതാണ് ഇതുപോലുള്ള പതാങ് എന്ന് പറയുന്ന ആ ഒരു ചെറിയ സിറ്റിയിലേക്കാണ് ഞാൻ പോയി ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബെറ്ററേ. അപ്പം അതിനായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ബാബുവേട്ടനാണ്, ഗ്ലോബൽ കൺസൾട്ടൻസി നമ്മുടെ ചാലക്കുടികളിലെ. അപ്പം ബാബുവേട്ടൻ്റെ നമ്പർ ഞാനിത് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉള്ള സൗത്ത് ഏഷ്യൻ കൺട്രീസ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്യാം. വിസ മറ്റ് കാര്യങ്ങൾ ടിക്കറ്റിംഗ് ഒക്കെ പുള്ളി ചെയ്തു തരും കേട്ടോ. അപ്പം നമുക്ക് സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം. പിന്നെ ഉണ്ടല്ലോ ഇവിടുത്തെ ഒരു എയർപോർട്ടിൽ വരുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടത് നിങ്ങൾ ഇവിടെ ഈ ഒരു ഓരോ ബോർഡിലും നമുക്ക് പരിചയമുള്ള, എനിക്ക് വായിക്കാൻ അറിയത്തില്ല എന്നാലും നമ്മളുടെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാടിൻ്റെ തമിഴ് ഭാഷയിലെ തമിഴ് ഭാഷയുണ്ട് കേട്ടോ. 1, 2, 3, 4 ഭാഷകളിലൊന്നും തമിഴ്. നിങ്ങൾക്കറിയാമല്ലോ സിംഗപ്പൂരിൽ ഒരുപാട് തമിഴിയൻസ് ആയിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത്. ഇനിയും ഉണ്ടല്ലോ 11:15 വരെ നമുക്ക് വേറെ പണിയൊന്നുമില്ല. ഈ ഒരു എയർപോർട്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങുക, ഈ ഒരു എയർപോർട്ട് മുഴുവൻ കാണുക എന്നൊക്കെയുള്ളതാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെയൊക്കെ ആണെന്ന് തോന്നുന്നു അലങ്കാരങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. 100 കണക്കിന് കൗണ്ടറുകൾ, ചോക്ലേറ്റുകൾ, സുവനീറുകൾ, അതുപോലെ തന്നെ എന്തൊക്കെയോ അറിയാത്ത കുറേ അധികം സാധനങ്ങളുടെയൊക്കെ നമുക്കിതാ ഇവിടെ കാണാം. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഒരു ഷോപ്പിംഗ് മാളിൻ്റെയൊക്കെ ഉള്ളിലേക്ക് വന്ന പോലെ തന്നെ നമുക്ക് നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല കളർഫുള്ളൊരു ഏരിയയിലേക്ക് നമ്മൾ വന്നു. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു തൂണൊക്കെ കണ്ടില്ല നിങ്ങൾ, അതെല്ലാം അലങ്കരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ചെടികൾ തന്നെയാണ്, അതെല്ലാം വെച്ചിട്ട് മൊത്തത്തിലൊരു രസം. അതുകൂടാതെ ക്രിസ്മസ് ഇങ്ങ് എത്തി എന്ന വരവ് അറിയിച്ചുകൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ആ ഒരു ക്രിസ്മസ് ട്രീൻ്റെയൊക്കെ ഇതുണ്ടെങ്കിൽ ആ ഒരു അറേഞ്ച്മെൻറ്റൊക്കെ കാണാം. കൂടാതെ അവിടെ പോഷയുടെ ഏതോ ഒരു കാറ്, പോഷേനല്ലേ അതെ, അതും കിടപ്പുണ്ട് കേട്ടോ. പിന്നൊരു കാര്യമേ, ഇത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ, ഒറിജിനൽ ചെടികളാണ്. ഓക്കെ, നമ്മളീ കാണുന്നതേ വെറും ഒരു കാറല്ല കേട്ടോ, ഏകദേശം 2.5 കോടിയോളം വില വരുന്ന ഒരു സ്പോർട്സ് കാറാണ് പോഷയുടെ. ഓ മൈ ഗോഡ്, എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലേ കണ്ണു മഞ്ഞളിക്കുന്ന ടൈപ്പ് കളർഫുൾ കാഴ്ചകൾ കേട്ടോ. ശരിക്കും ഇതുപോലുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾ ആ രാജ്യത്തിൻ്റെ ഒരു മുഖം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതുപോലെ വന്നിറങ്ങുന്ന വിദേശികളായിട്ടുള്ള ആളുകൾക്ക് മുമ്പിൽ ആ രാജ്യത്തെക്കുറിച്ച് നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ ഇതുപോലുള്ള എയർപോർട്ടുകൾക്ക് സാധിക്കും. എന്തായാലും ഉണ്ടല്ലോ ഇവിടുത്തെ ഈ ഫോർമാറ്റില്ലേ, ഇതിൻ്റെ ഒരു കളറും ആ ഒരു സാധനവും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഇതിട്ടേക്കുന്ന ഒരു എയർപോർട്ടിലേക്ക് വന്നെത്തിച്ചേരുന്നത്. ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പോഷായിട്ടുള്ളൊരു എയർപോർട്ട് അത് സിംഗപ്പൂർ എയർപോർട്ട് തന്നെയാണ് കേട്ടോ. സിംഗപ്പൂരിൻ്റെ പുറം കാഴ്ചകളുണ്ടല്ലോ നമുക്കിതാ ഇവിടെ നിന്നും ഇങ്ങനെയേ കാണാൻ പറ്റത്തുള്ളൂ. ആ ഒരു ഫ്ലൈറ്റൊക്കെ നിർത്തിയിട്ടേക്കുന്നതും അങ്ങനെയുള്ളതൊക്കെ, അവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ അങ്ങ് ദൂരെയായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടാതെ പതുക്കെ സൂര്യ വെളിച്ചം പുറത്തേക്ക് വരാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. എന്തായാലും അടുത്ത തവണ നമ്മൾ സിംഗപ്പൂർ വരുന്ന സമയത്ത് നമുക്ക് ഈ മണ്ണിൽ കാല് കുത്തണം, ഈ നാട്ടിലെ ആളുകളുടെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കാണണം. നമ്മളുണ്ടല്ലോ ഇതുപോലുള്ള എയർപോർട്ടുകളിൽ വന്നിട്ട് അത്യാവശ്യം പൈസയാണ് എല്ലാ ഫുഡിനും എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ചെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഔട്ട്ലെറ്റുകളുണ്ട്. ഇതിപ്പോൾ 7-Eleven എന്ന് പറയുന്ന
ആ ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിനില്ലേ, അവരുടെ ഒരു ഔട്ട്ലെറ്റാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം ഒരു നല്ല റേഞ്ചിൽ നമുക്ക് ഫുഡൊക്കെ കിട്ടും. അതായത് ഈ ബർഗർ പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് അത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ, ചൂടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ. ഞാൻ നേരെ അവിടേക്ക് കയറി ചെന്നു. അവിടെ ഇങ്ങനെ ഷെൽഫിൽ ബർഗറും അതുപോലെ തന്നെ സാൻഡ്വിച്ച് പിന്നെ ഫ്രൈഡ് റൈസ് ഒക്കെ വെച്ചിട്ടുണ്ട്. $2 സിംഗപ്പൂർ, $3 സിംഗപ്പൂർ അങ്ങനെയൊക്കെയാണ് റേറ്റ്. ഞാൻ അതിൽ നിന്ന് ഒരു ബർഗർ എടുത്ത് അത് അവിടെ നിന്ന് തന്നെ ചൂടാക്കി തൊട്ടിപ്പുറം വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ 7-Eleven ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻ്റർനാഷണൽ മണി സ്വീകരിക്കും. അപ്പം ഞാൻ $US കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കിയായിട്ട് നമ്മുടെ ലാലേട്ടൻ കിൽക്കത്തി പറയുന്ന സാധനമില്ലേ, നിനക്ക് ഞാൻ സിംഗപ്പൂർ ഡോളർ അയച്ചു തരുമെന്ന്, ആ സിംഗപ്പൂർ ഡോളർ കിട്ടി കേട്ടോ. $5. നമ്മളുടെ എത്ര ഒരു സിംഗപ്പൂർ ഡോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എത്ര 68 രൂപ സംതിങ് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മളുടെ ഫ്ലൈറ്റ് വരുന്ന ആ ഒരു കൗണ്ടർ ആ ഒരു ഗേറ്റ് ഏതാണെന്നുള്ളത് കാത്തിരിക്കുകയാണ് ഞാൻ. ഈ ഒരു എയർപോർട്ടിൽ വളരെ രസകരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇവിടെ ഉണ്ടല്ലോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിർച്വലായിട്ടുള്ള ഇതെന്താ പറയുക, ഈ ഗൈഡുകളുണ്ട് കേട്ടോ. അതായത് ഇവിടെ നമുക്ക് വീഡിയോ കോളായിട്ട് ചെയ്തിട്ട് അവരോട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അന്നേരം അവരെ നമുക്ക് പറഞ്ഞു തരും. അതായത് എല്ലായിടത്തും ഇങ്ങനെ ആളിരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇങ്ങനെ വിളിക്കുന്ന ആളുകൾക്ക് മറുപടി കൊടുത്താൽ മതി. അതുകൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലോറുകളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള റോബോട്ടിക് മെഷീൻസുകളുണ്ട്. അതുങ്ങൾ വന്നിട്ടാണ് ഈ ആൾക്കാരുടെ തിരക്കിനൊക്കെ ഇടയിൽ കൃത്യമായിട്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഞാനിപ്പോൾ ഉണ്ടല്ലോ നോർമലി ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പം നാട്ടിൽ നിന്ന് തന്നെ ഡോളറിലേക്ക് മാറ്റിയിട്ടാണ് കൊണ്ടുവരുന്നത്. അതാകുമ്പോൾ എല്ലാ സ്ഥലത്തും എയർപോർട്ടിൽ നിന്നൊക്കെ മാറ്റിയാൽ അത്യാവശ്യം വലിയ കട്ടിങ് ഇല്ലാതെ നമുക്ക് ഇത് പൈസ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അത് ഞാൻ എടുക്കുന്നത് ലുലുവിൻ്റെ അവരുടെ എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പോൾ ലുലുവിൻ്റെ എക്സ്ചേഞ്ച് എന്നാണ് അവർ അത്യാവശ്യം നല്ല റേറ്റ് എനിക്ക് തരലുണ്ട്. അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ താങ്ക് യു. ഓക്കെ അങ്ങനെയാണ് ഞാനും ആ ഒരു അസിസ്റ്റൻസ് എടുത്തു. ഇവിടെ നിന്നും അങ്ങോട്ട് നടന്നിട്ടുണ്ട്. നമ്മൾ വന്നിറങ്ങിയില്ല സെയിം സൈഡ് C1, C26, C17 ആണ് നമ്മുടെ ഗേറ്റ്. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഞാനിങ്ങനെ കറങ്ങാണ് കേട്ടോ. അത് അങ്ങോട്ട് ഡീൻ്റെ ഒക്കെ കുറേ ഗേറ്റുകൾ കാണുന്നുണ്ട്. അങ്ങോട്ടൊക്കെ നമുക്ക് പോകാം ഫ്രീ ആയിട്ട്. നമുക്കൊന്ന് പോയി നോക്കാം അവിടെയൊക്കെ എന്താണ് ഉള്ളത് എന്ന്. ഇനിയിപ്പോൾ കുറച്ച് നേരം നമുക്ക് ഈ ഒരു നേരെ പോകുന്ന ലിഫ്റ്റ് പിടിക്കാം. ഇവിടെയൊക്കെ ഉണ്ടല്ലോ ലോകത്തിൻ്റെ ഏതൊക്കെയോ ഭാഗത്തേക്ക് പോകേണ്ട ആളുകൾ ഓരോ ഫ്ലൈറ്റിനായിട്ട് ക്യൂ നിൽക്കുന്നുണ്ട്. നേരെ ഇപ്പുറത്തെ സൈഡിൽ മെൽബണിലേക്കാണ് ടോക്കിയോയിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ ആളുകളാണ് കേട്ടത്. ശരിക്കും ഇങ്ങനെയുള്ള തിരക്കുള്ള എയർപോർട്ടുകളിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരു ദിവസം ഈ ലോകത്ത് ഏതെല്ലാം രാജ്യങ്ങളിലേക്ക് എത്രയെത്ര ആളുകൾ യാത്ര നടത്തുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ഉണ്ടല്ലോ കുറേ അധികം നാളായിട്ട് ഈ ഒരു എന്താ പറയുക വ്ലോഗ് ചെയ്തിട്ട് കുറേ ഗ്യാപ്പ് വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പഴയ ആ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു സാധനമില്ല, ആ ഒരു എനർജി അത് ഇച്ചിരി കുറവുണ്ട് കേട്ടോ. അത് പതുക്കെ ഞാൻ റെഡിയാക്കി എടുക്കാവേ. നമ്മളെ വന്നിറങ്ങിയത് ഇതുപോലുള്ള സീയുടെ ആ ഒരു ഗേറ്റിൻ്റെ ഏരിയയിലേക്കാണെങ്കിൽ സെയിം കാണാനൊക്കെ സെയിം തന്നെയാണ്. പക്ഷേങ്കിൽ അക്ഷരം മാറി ഡിയുടെ ആ ഒരു ഗേറ്റ് ഏരിയയിലേക്ക് നമ്മൾ എത്തി കേട്ടോ. ഇവിടെ ഈ സൈഡിലൊക്കെ കാണുന്ന ഒറിജിനൽ മരങ്ങളാണ്, പ്ലാസ്റ്റിക് അല്ല. കുറേ നേരം നടന്നു മടുത്തപ്പം ഞാൻ ആകാശം നോക്കി കിടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ സ്നൂസ് ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ചെരിഞ്ഞ കസേരയുണ്ട്. ഇത് കണ്ട, ഇതിനകത്ത് നമുക്കിങ്ങനെ ആകാശം നോക്കി കിടക്കാം. കുറച്ച് നേരം കിടക്കട്ടെ. നമ്മളുടെ ഫ്ലൈറ്റ് ഇതുവരെ സെറ്റായിട്ടില്ല. ഇപ്പം നമ്മളുടെ വന്നേക്കുന്ന C16 അവിടെയാണ് നമ്മളുടെ ഫ്ലൈറ്റിൻ്റെ ഇത് പറഞ്ഞേക്കുന്നത്. അവിടെ വേറൊരു ഫ്ലൈറ്റിൻ്റെ ബോർഡിങ് നടന്നുകൊണ്ടിരിക്കുക. എന്നാലും 1 മണിക്കൂറോടെ എടുക്കും. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ നമ്മളുടെ ഈ ഒരു സിംഗപ്പൂർ മണ്ണിലെ ആ ഒരു എയർപോർട്ടിൻ്റെ കാഴ്ചകൾ അവസാനിപ്പിച്ച് നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള ഇന്തോനേഷ്യയുടെ മണ്ണിലേക്ക് പോകാം കേട്ടോ. നമ്മളെ വന്നതുപോലത്തെ ഉള്ള ഫ്ലൈറ്റിൽ അതിനേക്കാളും കുറച്ചും കൂടി ചെറുതാണ്. ഇവിടെ 2 റോയിൽ മാത്രമാണ് സീറ്റുള്ളത്. അതുപോലെ തന്നെ ആളുകളും കുറവാണ് കേട്ടോ. കാരണം ഇതത്ര വലിയൊരു ടൂറിസം പ്ലേസ് ആയിട്ടുള്ള സ്ഥലത്തിലോട്ടൊന്നും അല്ല നമ്മൾ പോകുന്നത്. ഈ പതാങ് ഉണ്ടല്ലോ നമ്മുടെ വെസ്റ്റ് സുമാത്രയില്ലേ, വെസ്റ്റ് സുമാത്രയിൽ ചെറിയൊരു ടൗണ്. അവിടെ പ്രധാനമായിട്ടും അഡ്വഞ്ചറായിട്ടുള്ള ട്രെക്കിങ്ങുകൾ, അവിടെ ഈ നമ്മുടെ അഗ്നിപർവ്വതങ്ങളൊക്കെ ആക്റ്റീവായിട്ടുള്ള അഗ്നിപർവ്വതങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അങ്ങനെയുള്ള മലകളിലേക്കുള്ള ട്രെക്കിങ്, കാട്ടിലേക്കുള്ള ട്രെക്കിങ്, പിന്നെ ഞാനീ പറഞ്ഞ ഐലൻഡിലേക്കുള്ള യാത്രകൾ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ടൂറിസ്റ്റുകൾ പ്രധാനമായിട്ടും വരുന്നത്. Cabin crew to your takeoff stations, please. Thank you.
അങ്ങനെ വീണ്ടും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും സിംഗപ്പൂർ ഡോളറും വിസയും ഒക്കെ ആയിട്ടെന്നുള്ളതും മനസ്സിൽ കരുതി വെച്ചിട്ട് സിംഗപ്പൂരിനോട് ബൈ പറഞ്ഞ് നമ്മളിനിയിപ്പം ഇന്തോനേഷ്യയുടെ മണ്ണിലേക്ക് പറക്കുകയാണ്. മലേഷ്യയിൽ നിന്ന് വേർപെട്ട് വരുമ്പോൾ വളരെ ദരിദ്രമായിട്ടുള്ള ഒരു കടൽ തീര പ്രദേശമായിരുന്നു സിംഗപ്പൂർ എന്ന് പറയുന്നത്. ഇവിടെ അന്നുണ്ടായിരുന്ന ഭരണാധികാരിയുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ആ ഒരു പോർട്ട് വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്തതിൻ്റെ ഭാഗമായാണ് ഇന്ന് കാണുന്ന ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള സിംഗപ്പൂർ എന്ന രാജ്യമുണ്ടായി തീർന്നത്. അതൊക്കെ അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഫ്ലൈറ്റിന് വലിയ കുലുക്കം, ചാട്ടം, അങ്ങോട്ടേക്കുള്ള പുറത്ത് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ടർബുലൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഫ്ലൈറ്റ് നമ്മുടെ വണ്ടർലയിലൊക്കെ ചാടുന്ന പോലെയൊക്കെ ചാടി തുള്ളിയേക്കാണ് കേട്ടോ. ആ ഒരു ഭാഗത്തേക്ക് മഴ, നിങ്ങൾ അറിയാമല്ലോ ശ്രീലങ്കയിലൊക്കെ വന്ന ഒരു മഴയുടെ ഒരു സാധനം, ആ ഒരു സാധനം ഇതുവഴി അങ്ങനെ അങ്ങോട്ടേക്ക് പോയത്. അപ്പം അതിൻ്റെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അലവലികൾ, അതിൻ്റെ ഭാഗമാണ്. ഇത്രയും ടർബുലൻസ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അനുഭവിക്കുന്നത്. ഒരു ചാട്ടം കൂടി ചാടി. ആ കറക്റ്റ് ചാട്ടത്തിൽ ഞാൻ ക്യാമറ റെക്കോർഡാക്കിയില്ല, ഇപ്പോഴാണ് റെക്കോർഡാക്കിയത്. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഫ്ലൈയിങ് നമ്മൾ പതാങ്ങിൻ്റെ ആകാശത്തേക്ക് എത്തി. ഇവിടെ ഈ താഴെ കാണുന്നതാണ് പതാങ് എന്ന് പറയുന്ന ഒരു കൊച്ചു പട്ടണം. തൊട്ടപ്പുറയായിട്ട് കാണുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ് കേട്ടോ. കണ്ടില്ല, ആ ഒരു കടലിൻ്റെ തീരത്ത് ആ ഒരു പുഴ ഒഴുകി ചെന്നേക്കുന്നത് ചെളിവെള്ളം കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ചെളിവെള്ളം നമുക്ക് കാണാം. അതായത് നല്ല രീതിയിൽ മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് മുഴുവൻ കലങ്ങി ഒലിച്ച് അത് കടലിലേക്ക് ചെന്ന് ചേരുന്ന ഒരു സമയമാണ്. എന്തായാലും ആകാശമൊക്കെ ക്ലിയറാണ്, വലിയ മഴയൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മളുടെ ഫ്ലൈറ്റ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും കടലിലേക്ക് വന്ന് ഇവിടെ നിന്നും ഒരു റൊട്ടേഷൻ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്തുണ്ടല്ലോ കടലിൽ നമുക്ക് ഒരുപാട് ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ദ്വീപുകൾ കാണാം. അങ്ങനെ കുറച്ചുകൂടി താന്ന് പറക്കുമ്പോൾ നമുക്ക് ചുവന്ന ആ മേൽക്കൂരകളുള്ള ഒരുപാട് ബിൽഡിങ്ങുകളുള്ള ആ ഒരു പതാങ്ങിൻ്റെ ടൗണ് നമുക്ക് മേലെ നിന്ന് കാണാം. കലങ്ങി മറിഞ്ഞൊഴുകുന്ന ഒരു പുഴയും. അങ്ങനെ നമ്മൾ പതുക്കെ നിലം തൊട്ടു പതാങ്ങിൽ. പക്ഷേ ഇന്നത്തെ ദിവസം അത്യാവശ്യം വെയിലൊക്കെ ഉള്ളൊരു ക്ലൈമറ്റാണ്. മഴ മാറി എന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ വന്നിറങ്ങിയ എയർപോർട്ടിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പേര് ഇതാണ് കേട്ടോ. ഇതെങ്ങനെ വായിച്ചെടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിന് മേലെയായിട്ടുണ്ടല്ലോ നമ്മുടെ പതാങ്ങിൻ്റെ വാസ്തുവിദ്യയുടെ ആ ഒരു എന്താ പറയുക ഐക്കോണിക് മുദ്ര ഉണ്ടല്ലോ, ആ ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു എയർപോർട്ടിൻ്റെ ബിൽഡിങ്ങിന് ഇവർ പണിതേക്കുന്നത്. ഇന്തോനേഷ്യയുടെ ഭാഗമാണെങ്കിലും സുമാത്രയുടെ ഭാഗമാണെങ്കിലും ഇവിടെയെല്ലാം ഓരോ സ്ഥലങ്ങളിലും ഓരോരോ രീതിയിലുള്ള കൾച്ചറാണ്. ഇവിടുത്തെ നിർമ്മാണ രീതി, ഭക്ഷണങ്ങളൊക്കെ. അപ്പം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളൊരു റീജിയനാണ് ഈ പതാങ് എന്ന് പറയുന്നത്. നമ്മൾ സിംഗപ്പൂരൊക്കെ കണ്ടത് വെച്ച് നോക്കുമ്പം ഇവിടുത്തെ എയർപോർട്ട് വളരെ ചെറിയ ഒരു എയർപോർട്ടാണ്. ഇവിടെ ഉണ്ടല്ലോ വെതർ അത്യാവശ്യം നല്ല ക്ലിയറാണ്. പക്ഷേങ്കിൽ മലനിരകളിൽ നമ്മൾ കണ്ടല്ലോ വരുന്ന വഴിക്ക് അത്യാവശ്യം കാർമേഘങ്ങളുള്ളത്. നമ്മൾ നേരെ ഇൻ്റർനാഷണൽ അറൈവലിലേക്കാണ് കേട്ടോ നടക്കുന്നത്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. ഞാൻ നേരെ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ. ടെലികോം സെല്ലിൻ്റെ ഒരു സിമ്മാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് നെറ്റ്വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതിൻ്റെ ഇവിടെ ഇഷ്ടംപോലെ ടാക്സിയുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിന് മുമ്പായിട്ട് എനിക്ക് അതിൻ്റെ ഹോട്ടൽ റൂം ഒന്ന് ഫിക്സ് ചെയ്യാനുണ്ട്. ഇവിടെ നിന്നുണ്ടല്ലോ ഗ്രാബ് എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. ആ ആപ്പ് വഴിയാണ് നമുക്ക് ഇതൊക്കെ ബുക്ക് ചെയ്ത് പോകാൻ പറ്റുക. അപ്പം ഈ പുള്ളിക്കാരൻ ഗ്രാബ് റൈഡ് ചെയ്യുന്നതാണ്. പുള്ളിക്കാരൻ കുറച്ചധികം നേരമായിട്ട് എൻ്റെ പുറകെ ഉണ്ട്. എന്നിട്ട് ഞാൻ ഓൺലൈനായിട്ട് വിളിച്ചേ പോവുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു എന്നാൽ ഗ്രാബിൽ നോക്കിയിട്ട് ആ പൈസ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ 143, അതായത് 1,43,000 രൂപയാണ് റേറ്റ് വരുന്നത്. കണ്ടില്ല നിങ്ങൾ, ലക്ഷത്തിലാണ് കേട്ടോ ഇനി കളിയുള്ളത്. ഞാൻ അവിടെ നിന്ന് എക്സ്ചേഞ്ചിൽ നിന്ന് ജസ്റ്റ് ഒരു $100 മാത്രം മാറ്റി. കാരണം ഇവിടെ നല്ല റേറ്റ് അല്ല. അതിപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു എന്താ കണ്ടുപിടിക്കേണ്ടത്, ഒരു ജ്വല്ലറി കണ്ടുപിടിച്ചിട്ട് ജ്വല്ലറിയിൽ നിന്നെങ്ങാനും ഇത് മാറ്റിയെടുക്കണം, ഡോളർ മാറ്റിയെടുക്കണം. എന്നാലിപ്പോൾ കുറച്ചും കൂടി നമുക്ക് നല്ല റേറ്റ് കിട്ടും കേട്ടോ. നോക്കാം നമുക്ക്. ഐ ആം ഫ്രം ഇന്ത്യ. ഇതാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ പേര്, റിക്കോ എന്നാണ്. ഹായ് റിക്കോ, ഹൗ ആർ യു? ഓക്കെ, താങ്ക് യു. ഇവിടെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒക്കെ ഉള്ള ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ല, എല്ലാത്തിൻ്റെ രൂപം അങ്ങനെ തന്നെയാണ്. ഇവിടെ നിന്ന് അറൗണ്ട് ഒരു കുറച്ചധികം ദൂരം 24 കിലോമീറ്റർ ഉണ്ട് കേട്ടോ പതാങ് എന്ന് പറയുന്ന മെയിൻ ടൗണിലേക്ക്. അപ്പം അങ്ങോട്ടേക്ക് പോകണം. അറൗണ്ട് ഒരു 1 hour, 1 മണിക്കൂർ ടൈം എടുക്കും കേട്ടോ അവിടെ എത്താനായിട്ട്. അത്യാവശ്യം നല്ല ദൂരമാണ്. ഇവിടെ വന്നിറങ്ങി എമിഗ്രേഷനിലേക്ക് എത്തിയപ്പം അവിടെ നിന്ന് ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. നമ്മളുടെ ഒരു അറൈവൽ കാർഡ് പോലത്തെ സാധനമാണ്. അതിനുശേഷം എന്നോട് എൻ്റെ പാസ്പോർട്ടും അതുപോലെ തന്നെ വിസ ഞാൻ ഓൾറെഡി എടുത്തതുകൊണ്ട് അതും കാണിച്ചു. പിന്നെ റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റോ അല്ലെങ്കിൽ ഹോട്ടൽ ബുക്കിങ്ങുകളോ ആ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിച്ചിട്ടില്ല കേട്ടോ. നോർമലി ടൂറിസ്റ്റുകളെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഇന്തോനേഷ്യയുടെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും. ലാസ്റ്റ് ടൈം ഞാൻ പതാങ്ങിൽ വന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളിലോട്ടൊന്നും അധികം പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ നിന്ന് നേരെ ജക്കാർത്തയ്ക്കാണ് പോയത്.
സോ ഇത്തവണ എന്തായാലും ആ ഒരു ഐലൻഡിലേക്ക് പോകണം എന്നുള്ളത് ഉറപ്പിച്ചിട്ട് തന്നെയാണ് വീണ്ടും തിരിച്ചുള്ള വരവ് കേട്ടോ. അതുകൂടാതെ സ്പെഷ്യൽ ആയിട്ടുള്ള കാഴ്ചകൾ ഈ ഒരു ഭാഗത്തുണ്ട്, ചില അഡ്വഞ്ചർ യാത്രകളുണ്ട്, അതൊക്കെ നമുക്ക് ഇവിടെ നിന്നും കാണണം. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത പല ഐലൻഡുകൾ, സ്പെഷ്യൽ ഐലൻഡുകൾ നമ്മളുടെ ഇന്തോനേഷ്യക്കുണ്ട്, അങ്ങോട്ടേക്കൊക്കെ നമ്മൾ പോകും കേട്ടോ. ഇത്തവണത്തെ യാത്ര കുറച്ചധികം അഡ്വഞ്ചറുകൾ തേടിയുള്ളതാണ്. ഇവിടെ പിന്നെ ഉണ്ടല്ലോ ഈ ഒരു കാറിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്ലാസ്സിലും സൈഡത്തെ ഗ്ലാസ്സിലും എല്ലാ സ്ഥലത്തും നമുക്ക് ഈ ഒരു കൂളിംഗ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്കറിയാലോ, നമ്മളിപ്പം ഭൂമധ്യരേഖയുടെ ഓൾമോസ്റ്റ് ഏകദേശം അടുത്ത ഭാഗങ്ങളിലായിട്ടാണ് ഉള്ളത്, ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വണ്ടികൾക്കൊക്കെ ഇതൊക്കെ സമ്മതിക്കും കേട്ടോ. ഇതാണ് മുമ്പിൽ പോകുന്ന വണ്ടികളെല്ലാം നല്ല രീതിയിൽ കവറായിട്ട് എനിക്ക് തോന്നുന്നു 100% ഇല്ലെങ്കിൽ ഒരു 90% കൂളിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കിവിടെ സുമാത്രയിൽ റെയിൽവേ ലൈൻ ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. വലിയ ദൂരമൊന്നുമില്ല, ചെറിയ ദൂരമേ ഉള്ളൂ. ഈ അടുത്ത സൈഡിൽ ഈ കാണുന്നത്, അതായത് ഈ പതാങ്ങിൽ നിന്നും പരിയമാൻ എന്ന് പറയുന്ന ടൗൺ ഉണ്ട്. അപ്പോൾ ആ ഒരു ടൗൺ വരെയുള്ള റെയിൽവേ ലൈനാണ് കേട്ടോ ഇത്. നമുക്ക് ഇവിടെ നിന്നുണ്ടല്ലോ നേരെ ഒരു ഹോം സ്റ്റേയുടെ അഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഹോം സ്റ്റേയിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് നമ്മുടെ ലഗേജൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് പുറത്തിറങ്ങി നമുക്ക് പോകുന്നതിന് മുമ്പ് ഒരു എന്താ പറയുക റെയിൻകോട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങണം. അതുകൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ ക്യാഷ് മാറ്റണം. അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഇന്ന് പെൻഡിങ് ഉണ്ട്. സമയം ഇപ്പോൾ വന്നിട്ട് ഉച്ചയ്ക്ക് 1 മണി ആകാനാകുന്നു കേട്ടോ. പതാങ് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ടൗണാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ നിങ്ങളിത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കണ്ടില്ല നിങ്ങൾ, ഈ ഒരു റോഡിൻ്റെ സൈഡിൽ പുല്ലൊക്കെ പിടിപ്പിച്ച് ചെടികളൊക്കെ നട്ട് ആ ഒരു രീതിയിൽ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, പതാങ് എന്ന് പറയുമ്പം ഇതിനടുത്തുള്ള പസ്മാൻ ഭാരത് ഇവിടെ നിന്ന് കുറച്ചധികം ദൂരമുണ്ട്. അപ്പോൾ പസ്മാൻ ഭാരത് നിങ്ങൾ ഓർക്കുന്നില്ലേ, നമ്മളുടെ സിൽവിയുടെ ഒക്കെ നാട്. അപ്പം അവിടെ നമ്മൾ ഡാഡീനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പാനൊക്കെ കണ്ട് അവരുടെ കൂടെ അവരുടെ ആ ഒരു കൃഷിയിടത്തിലൊക്കെ പണിയെടുത്ത് നമ്മൾ അവിടെയൊക്കെ പോയി അവരുടെ കൂടെയൊക്കെ താമസിച്ച് അങ്ങനെ ഒരു അനുഭവമൊക്കെ നമുക്കുണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ ഞാൻ അങ്ങോട്ടേക്ക് നോക്കട്ടെ, കാരണം നമുക്ക് ടൈം വളരെ ലിമിറ്റഡ് ആണ്. അപ്പം കഴിഞ്ഞ തവണ നിങ്ങൾക്കറിയാം ഞാൻ ഒരു ദിവസം എക്സ്ട്രാ എമൗണ്ട് കൊടുത്തിട്ടാണ് ഇവിടെ നിന്നത്. ഫൈനായിപ്പോയി, കാരണം അത്രയധികം ദിവസങ്ങൾ നീണ്ടു പോയത് കൊണ്ട്. അപ്പോൾ ഇത്തവണ അങ്ങനെയൊന്നും വരാൻ പാടില്ല. നമുക്ക് കുറഞ്ഞ സമയത്തുള്ള മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നോക്കട്ടെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇവിടെ കാണുന്ന ഈ നദി ഉണ്ടെങ്കിൽ നദിയൊക്കെ കരകവിഞ്ഞൊഴുകിയ നദിയാണ് കേട്ടോ. നല്ല ചോന്ന് തുടുത്ത് കിടപ്പുണ്ട്. നമ്മൾ സിം എടുത്തതിനില്ലേ 350K, അതായത് 3.5 ലക്ഷം രൂപയാണ് ആയത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിൽ ഏകദേശം ഒരു 1880 രൂപ ആ റേഞ്ച് വരുന്നുണ്ട് കേട്ടോ. 38 GB നെറ്റിന് ഒരു മാസത്തേക്കുള്ളത്. അത്യാവശ്യം നല്ല റേറ്റാണ് നെറ്റ്വർക്കിന് ഇവിടെ. നമ്മൾ പതാങ്ങിൻ്റെ ഏകദേശം ടൗണിൻ്റെ ഭാഗത്തേക്ക് എത്തി കേട്ടോ. നല്ല നല്ല വെറൈറ്റി കളർഫുൾ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കണ്ടു തുടങ്ങാം. ആ ഒരു ബീച്ചിന് സൈഡിൽ കൂടി തന്നെയുള്ള ഒരു റോഡ് വഴിയാണ് കേട്ടോ പോകുന്നത്. നേരെ ഇവിടെ എയർപോർട്ടിനടുത്ത് തന്നെയാണ് ഹോം സ്റ്റേ ഉള്ളത്. കാരണം നാളെ രാവിലെ ഉണ്ടല്ലോ നമുക്ക് കപ്പൽ കയറണം. കപ്പൽ കയറിയിട്ട് വേണം മറ്റൊരു ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ താമസിച്ചാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ആയിട്ടാണ് കേട്ടോ യാനി ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ഒരു ബാക്ക് പാക്കറൊക്കെ കണ്ടെങ്കിൽ അവിടെ. അങ്ങനെ നമ്മുടെ റൂം റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ AC റൂം. അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇവിടെ. 1,85,000 രൂപയുടെ റൂമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു 1000 രൂപ അടുപ്പിച്ച് റേറ്റ് കേട്ടോ. വന്ന ഉടനെ ഫോണിലെ ചാർജ് തീരാറായി. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഇവിടെ നമ്മൾ ഫോൺ കുത്തിയിടണമെങ്കിൽ ഇതുണ്ട ഇതുപോലത്തെ കണക്ടർ നമ്മുടെ കയ്യിലുണ്ടാവണം. ഇന്തോനേഷ്യയിലെ പ്ലഗുകളെല്ലാം ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാനിത് ഓൾറെഡി കഴിഞ്ഞ തവണ വന്നതുകൊണ്ട് ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. സോ ഇത് വാങ്ങി ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് വേണം നമുക്കിനിപ്പോൾ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വെക്കാനേ. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ ഒരു ഹോട്ടൽ കണ്ടുപിടിക്കണം. ഹോട്ടൽ കണ്ടുപിടിച്ചിട്ട് നമ്മളെ രാവിലെ തിന്ന ബർഗർ മാത്രമേ ഉള്ളൂ വയറ്റിൽ, വേറെ ഒന്നുമില്ല. വിശന്നേട്ട് വയ്യ. അപ്പം അതാദ്യം നടക്കട്ടെ. അതിന് ശേഷം ഉണ്ടല്ലോ ഒരു പ്രമുഖ വ്യക്തിയെ നമുക്കിവിടെ കാണാനുണ്ട്. ഞാൻ വെറുതെ ഒന്നും ഇങ്ങോട്ട് വരില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിലല്ലേ വരത്തുള്ളൂ. അപ്പം ആ ആളെ കണ്ടുപിടിക്കണം. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് കേട്ടോ. ഇതുണ്ട് അമ്പേർ. നമുക്ക് ഇതുപോലുള്ളൊരു ഹോട്ടലാണ് വേണ്ടത്. ചിക്കൻ ഫ്രൈയും കാര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അതും എന്തെങ്കിലും ഒരു ചോറ് നമുക്ക് വാങ്ങാം. ഇവിടെ ഉണ്ടല്ലോ ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ കറികൾ വന്നിങ്ങനെ തൊട്ട് കാണിക്കണം കേട്ടോ. അതിവിടെ കുറേയധികം കറികളുണ്ട്. ചോറെടുത്തതിന് ശേഷം ഇതിലേതെങ്കിലും ഒരു കറി നമുക്ക് എടുക്കാം. 2 സ്പൂണ് ചോറ്. ഇത് ചിക്കൻ രണ്ടാന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഒരു പീസ് അതെടുത്തിട്ടുണ്ട്. ഓക്കെ അയ്യാ. പിന്നെ നമുക്ക് ലിറ്റിൽ കുറച്ച് മതി.
ഓക്കെ ഓക്കെ, അത് നമ്മുടെ കപ്പയുടെ ഇലയാണ്. ആ ലിറ്റിൽ. യെസ്. അയ്യാ സോസ്, അതിൻ്റെ കുറച്ച് ചാറ് കൂടി. നമ്മുടെ ചിക്കൻ. താങ്ക് യു. വേർ ഈസ് ദ വാഷ്? വിശപ്പിൻ്റെ കാഠിന്യത്തിലുണ്ടല്ലോ, ഞാൻ എന്തായാലും ഇതിന് എത്ര രൂപയാകും എന്നുള്ളതൊന്നും ചോദിച്ചിട്ടില്ല. എന്തായാലും കഴിക്കുകയാണ്. കുറേ നാളായി നമ്മൾ ഈ ഒരു ടേസ്റ്റ് മിസ് ചെയ്യുന്നു. വീണ്ടും ആ ഒരു ടേസ്റ്റിലേക്ക് നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. കപ്പയുടെ ഇലയൊക്കെ നമ്മൾ എത്ര നാളായി കഴിച്ചിട്ട് ചിന്തിച്ച് നോക്കി നിങ്ങൾ. അവിടെ നമ്മളുടെ 90 രൂപ അത്രയാണ് കേട്ടോ റേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിതാ തൊട്ടിപ്പുറത്തെ ഒരു കടയിലേക്ക് വന്നു. ഇവിടെ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചത്. നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ കണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറില്ലേ, ചോറ് കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഈ വാഴയില കൊണ്ട് മെടഞ്ഞേക്കുന്നതാണ്. ഇവിടെ ഒരു അമ്മൂമ്മയാണുള്ളത്. അമ്മൂമ്മ ഇവിടെ കോഫി എടുക്കുന്നുണ്ട്. നിങ്ങളെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ എല്ലാം ഇങ്ങനെ പ്ലെയിൻ ഏരിയ ആണ്. പ്ലെയിൻ ഏരിയ അതാ ഒരു 300 മീറ്റർ അപ്പുറം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയായി കേട്ടോ. അത് അങ്ങോട്ടേക്ക് മലയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുനാമിയൊക്കെ വന്ന് അടിച്ച ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഓടി ആ ഒരു മലയിലോട്ട് കയറിയാൽ മതി കേട്ടോ. അതൊക്കെ നമ്മൾ നോക്കി വെക്കണം. ഇതാ നമ്മളുടെ ബ്ലാക്ക് കോഫി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക ഒരു നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും ലോക്കൽ കടകളിൽ പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. പൈസ ഒരു കാര്യമാണ്, അത് മാത്രമല്ല നമുക്ക് ഇവിടെയുള്ള ആളുകളോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ലോക്കൽ ലൈഫൊക്കെ കാണണമെങ്കിൽ ഇങ്ങനെ കടയിൽ വന്നിരിക്കണം. എന്നിട്ട് ഇവരോട് ആംഗ്യ ഭാഷകളിലൊക്കെ നമ്മൾ സംസാരിച്ച് പഠിക്കണം. ആ ഉമ്മയ്ക്കുണ്ടല്ലോ എന്താ ഭാഷ ഒന്നും അറിയില്ല, ഇവിടുത്തെ ഭാഷയെ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ സംസാരിച്ചു, ഇതെല്ലാം വാങ്ങി കഴിച്ചു. ഇനിയിപ്പോൾ പൈസ പറയും, പൈസ പറഞ്ഞ് പൈസയും കൊടുത്തിട്ട് പോകും. ഇതൊക്കെയാണ് ട്രിപ്പിൻ്റെ ഇങ്ങനെയുള്ള യാത്രകളുടെ ഒരു രസം എന്ന് പറയുന്നത്. ഹായ്, ഹലോ, ഹൗ ആർ യു? വെരി ഗുഡ്. യാ ഓക്കെ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആള് ഹേരു. യു ആർ വെർ ഈസ് യുവർ നേറ്റീവ്? വെർ ഈസ് യുവർ? മെന്തവായി ഉള്ളി. ഓക്കെ. അപ്പം ഹേരുവിൻ്റെ നാട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങോട്ടേക്ക് വന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യമേ ഇനിയിപ്പം എന്തൊക്കെയാണ് നമ്മുടെ പരിപാടി എന്നൊക്കെ ഉള്ളത് എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഐ ഹാഡ് യാ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഷോപ്പിലേക്ക് വന്നേ. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ മെന്തവായും പോട്ടെ നമ്മളുടെ പതാങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. ജസ്റ്റ് ഒരു കോഫി കുടിച്ചിട്ട് ബാക്കി കഥകൾ പറയാമെന്ന് പറഞ്ഞു കേട്ടോ എന്നോട്. വീണ്ടും നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നതിന് ഒരു പ്രധാന കാരണമുണ്ട്. മെന്തവായി എന്ന് പറയുന്ന ഐലൻഡ്. ആ ഐലൻഡിൻ്റെ കാടിനുള്ളിൽ താമസിക്കുന്ന ഒരു എത്നിക് ട്രൈബുണ്ട്. അവരുടെ ഇടത്തേക്ക് അവരുടെ ജീവിതം കാണാൻ വേണ്ടി, അവരുടെ കൂടെ ഇനി കുറച്ച് നാൾ ജീവിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലെ നെറ്റ്വർക്കും കറണ്ടും ഒന്നുമില്ലാതെ അവരുടെ ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. എന്നോടുള്ള വലിയൊരു എക്സൈറ്റിംഗ് കഥകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതാ ഹേരു പോയിട്ടുണ്ട്. എന്തായാലും ഉണ്ടല്ലോ ഇനി സംഭവിക്കപ്പോറത് എന്താ പറയുക, ഇനി നടക്കപ്പോറത് യുദ്ധം നമ്മളിനി തകർക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. റെഡി അല്ലേ നിങ്ങൾ? എന്തൊക്കെയാണെന്നല്ലേ വഴിയെ തന്നെ ഞാൻ പറയാൻ കേട്ടോ. എല്ലാം കണ്ടറിയാം നമുക്ക് എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്നുള്ളത്. സൂര്യനക്ക് പതുക്കെ അങ്ങോട്ട് താന്നപ്പോഴത്തേക്ക് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. നമുക്കിനിയിപ്പോൾ മണി എക്സ്ചേഞ്ച് ചെയ്യണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് അയ്യോ കാണുന്നില്ലല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ആ അത് നിങ്ങളവിടെ റോക്കറ്റിൻ്റെ പോലത്തെ പാട് കണ്ട. ആക്ച്വലി റോക്കറ്റ് അല്ല, അതിൻ്റെ കുറച്ച് ഇപ്പുറമായിട്ട് പട്ടം കണ്ടെങ്കിൽ അതുപോലെയുള്ള കുറേ പട്ടങ്ങൾ ഇതാ ഇവിടെ എല്ലാം നമുക്ക് കാണാം. ഇതുണ്ടെങ്കിൽ എല്ലാം പട്ടങ്ങളാണ്. അതിങ്ങനെ പടറ എന്നാൽ പറത്തുകയാണ് അവർ. അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ വള്ളിയിൽ ഇങ്ങനെ ലൈറ്റ് അടിച്ചിട്ട് റോക്കറ്റ് വിട്ട പോലെ ഒരു ഫീൽ കാണുന്നുണ്ട്. നൈസാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാലോ ഇതാ ഇവിടെയുള്ള ഈ ഒരു സൈഡിൽ റോഡിൻ്റെ സൈഡിലെല്ലാം ഇവിടുത്തെ ലോക്കൽ ഫുഡൊക്കെ കൊണ്ടുവന്ന് നിറച്ചുള്ള തട്ടുകടകളുണ്ടാവും. അതെല്ലാം ഇങ്ങനെ ഓപ്പണായി വരുന്നുണ്ട്. നമുക്കിതാ ഈ ഒരു ജംഗ്ഷനിൽ നിന്നും വലത്തോട്ടോ ഇടത്തോട്ടോ പോയിട്ട് വേണം നമ്മളുടെ മണി എക്സ്ചേഞ്ച് വരെ എത്താൻ വേണ്ടിയിട്ട്. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എന്ന് തോന്നുന്നു. നടന്നു നോക്കാം കേട്ടോ. ഈ ഒരു ജംഗ്ഷനിൽ ഇതാ നമുക്കിവിടെ തന്നെ കാണാൻ പറ്റുന്ന ഒരു മസ്ജിദാണ്. നിങ്ങൾക്കറിയാലോ ലോകത്തിലെ ഏറ്റവും അധികം മസ്ജിദുകളുള്ള ഒരു രാജ്യമാണ് ഈ ഒരു ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് ഈ സുമാത്ര ഉണ്ടല്ലോ മുസ്ലിം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു റീജിയനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് മസ്ജിദുകൾ നമുക്ക് കാണാവേ. ഹായ്, തട്ടുകടകൾ ഈ ഒരു സൈഡാണ് ഒരെണ്ണം ഉള്ളതെന്ന് തോന്നുന്നു. നമ്മുടെ പച്ച കളർ പെട്രോളുകൾ കണ്ടില്ലേ നിങ്ങൾ? അതെല്ലാം നമ്മൾ വീണ്ടും കണ്ടു തുടങ്ങി. അതെല്ലാം പെട്രോൾ കടകളാണ് കേട്ടോ. പെട്രോൾ കടകൾ പമ്പിനേക്കാളും കൂടുതൽ അതാണ്. അത് കൂടാതെ ഉണ്ടല്ലോ ഇവിടെ ബുദ്ധമതമൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട് വിഹാര ബുദ്ധ വർമ്മൻ. ഈ വർമ്മൻ എന്നുള്ള പേര് നമ്മളുടെ നാടുമായി ബന്ധപ്പെട്ടൊരു പേരല്ലേ.
അങ്ങനെ ഒരു കേന്ദ്രമൊക്കെ ഉണ്ട് ഇവിടെ. അതുകൂടാതെ ഇവിടെ ഹിന്ദുമതമൊക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നേ. അങ്ങനെ നടന്ന് ഒടുവിലൊരു മണി എക്സ്ചേഞ്ച് കണ്ടുപിടിച്ചു. ഇവിടെ ഡോളർ കൊടുത്തു ചേഞ്ച് ചെയ്ത് വാങ്ങി. 16,400 രൂപ പെർ ഡോളർ വെച്ചിട്ട് അവർ തന്നു, ഇന്തോനേഷ്യൻ റുപ്പീസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ആണ് കേട്ടോ. അതെ, പതാങ്ങിൻ്റെ ടൗണിൻ്റെ ഏരിയയിലൂടെയാണ് ഇപ്പോൾ നമ്മളിതാ നടക്കുന്നത്. ഒരു ജംഗ്ഷൻ, ഈ ജംഗ്ഷനിൽ നിന്ന് വീണ്ടും ഞാൻ മുമ്പോട്ടേക്ക് തന്നെ നടക്കുകയാണ്. ശരിക്കും ഉണ്ടല്ലോ ഈ ഒരു പതാങ് സിറ്റി ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഏകദേശം ഈ ഒരു തായ്ലൻഡിലേക്ക് കൾച്ചറില്ലേ, ഈ സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ, ഈ ഒരു ഫുഡ് രാത്രി ആകുമ്പോഴത്തേക്കും ഫുഡുകൾ ഇങ്ങനെ റോഡ് സൈഡിൽ വന്നിട്ട് ഫുഡ് ട്രക്കുകളൊക്കെ വന്ന് നിൽക്കുന്ന പരിപാടി, ഏകദേശം അതുപോലൊക്കെ തന്നെ ഒരു വൈബ് കിട്ടുന്ന ഒരു ടൂറിസം മേഖലയാണ് കേട്ടോ ഈ പതാങ്ങും എന്ന് പറയുന്നത്. ഞാൻ എന്തുകൊണ്ട് തായ്ലൻഡ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പല ആൾക്കാരും തായ്ലൻഡിൽ പോയ ആളുകളുണ്ടാവില്ല, അവർക്കൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേങ്കിൽ തായ്ലൻഡിലെ പോലെ അത്ര ആഷ്പോഷായിട്ടുള്ള സാധനമല്ല. ഞാൻ പറഞ്ഞു ഇവിടെ അഡ്വഞ്ചർസ് ട്രിപ്പുകൾ, ടൂറുകൾ, ട്രെക്കിങ്ങുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് അധികവും ആളുകൾ വരാറുള്ളത് കേട്ടോ. കണ്ടില്ല നിങ്ങൾ, ഇതുപോലെ ആ ഒരു ബൈക്കിൽ സെറ്റ് ചെയ്ത ചെറിയ ചെറിയ തട്ടുകടകൾ, അതും കൊണ്ടാണ് പല ആൾക്കാരുടെയും ഇവിടെയുള്ള ഉപജീവനം എന്ന് പറയുന്നത്. അതായത് രാവിലെ വേറെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇതുപോലുള്ള ചെറിയ ചെറിയ കടകളൊക്കെ ആയിട്ട് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ വന്നു നിൽക്കും കേട്ടോ. 2 വരുമാനം. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഞാൻ ഇവിടുത്തെ ആ ഒരു യഥാർത്ഥമായിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരണ്ടേ. ഇത് കണ്ടെങ്കിൽ, ഇതാണ് കേട്ടോ ആദിത്യവർമ്മൻ എന്ന് പറയുന്ന ഇവിടുത്തെ രാജാവാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം സ്ഥാപിച്ചേക്കുന്ന ആദിത്യവർമ്മൻ മ്യൂസിയമേ, അവിടുത്തെ ഒരു കൊത്തുപണികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ. അതിൻ്റെ മേൽക്കൂരയൊക്കെ കണ്ടോ നിങ്ങൾ, അങ്ങനെ അങ്ങ് മേലോട്ടേക്ക് പോവാണ്. ഇത് ഇവരുടെ തനതായിട്ടുള്ള ആ ഒരു വാസ്തു വിദ്യയാണ് കേട്ടോ. ഇതിപ്പം അതിൻ്റെ അകത്തേക്ക് എൻട്രി തരുന്നില്ല, എന്തെല്ലോ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. സോ ഞാനത് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി ഇതുണ്ട്, ഈ ഗേറ്റിൻ്റെ ഭാഗത്ത് ഇതിലേക്ക് നടന്നു വന്നു. എന്നിട്ട് ഇവിടെ നിന്നാണ് ഞാനത് കാണുന്നത് കേട്ടോ. ക്രിസ്ത്യൻ മതവിശ്വാസികളായിട്ടുള്ള ആളുകളുമുണ്ട്. ആ ഒരു പള്ളിക്ക് നോക്കി നിങ്ങൾ ഇവിടുത്തെ ഒരു വാസ്തുവിദ്യയുമായിട്ട് ഏറെ സാമ്യമുള്ള രീതിയിലാണ് കേട്ടോ അവിടുത്തെ പള്ളി ഇവിടുത്തെ പള്ളിയും പണിതിട്ടുള്ളത്. ഞാനിപ്പോഴേ ഈ ഒരു തെരുവീതികളിലൂടെ എന്തിനാണ് നടക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ലാതെയല്ല. നമ്മളിനിയിപ്പം നാളെ, ഞാൻ പറഞ്ഞല്ലോ പല കാര്യങ്ങൾ നമ്മളോട് ഹേരി വന്നപ്പോൾ പറഞ്ഞു എന്നുള്ളത്, നമ്മൾ കാട്ടിലോട്ടാണ് പോകുന്നത്. ഇനി അങ്ങോട്ട് നെറ്റ്വർക്കോ മറ്റ് കാര്യങ്ങളോ കറണ്ടോ ഒന്നുമില്ല. ഈ ഒരു അനുഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ബാറ്ററി ബാക്കപ്പ് വേണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് പവർ ബാങ്ക് ഇപ്പോൾ 2 ഓൾറെഡി കയ്യിലുണ്ട്, അത് പോരാ, അതുകൊണ്ട് ഒന്നും ആകത്തില്ല. അപ്പോൾ കൂടിയത് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടക്കുന്നതാണ് കേട്ടോ. ഞാൻ ഒരു മെയിൻ റോഡിൽ നിന്ന് ഒരു ഇടവഴി കയറിയിട്ടാണ് വീണ്ടും ഒരു മെയിൻ റോഡിലോട്ട് കയറാൻ പോകുന്നത്. അന്നേരം ഇവിടെ ഈ ഒരു ടൗണിൽ നിന്ന് പുറത്ത് സൈഡിൽ, അതായത് ടൗണിലുള്ള ആളുകൾ പുറത്തേക്ക് എങ്ങനെയാണ് താമസിക്കുന്നതെന്നൊക്കെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇതൊരു തോട് പോലത്തെ ഇതാണ്, അതിൻ്റെ സൈഡിലായിട്ട് ശരിക്കും ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു പതാങ്ങിനെ ആകാശത്ത് നിന്ന് കാണുമ്പോൾ ഒരു ചുവപ്പ് കളറാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണെങ്കിൽ ഈ തകര ഷീറ്റുകൾ, ഇവിടുത്തെ തകര ഷീറ്റുകളുടെ എല്ലാം മേൽഭാഗത്തിന് ഏകദേശം ഈ ഒരു കളറാണ്. അപ്പം ഒരുപാട് ഇതേ കളറുള്ള ബിൽഡിങ്ങുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലൈറ്റിൽ നിന്നൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒരുമിച്ച് മൊത്തത്തിലൊരു ചുവപ്പ് കളറിൽ കാണാൻ പറ്റും കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടുത്തെ ഈ ഒരു റോഡുകളിലൊക്കെ വന്ന് നിന്ന് ആ ഒരു സൂര്യനും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ജംഗ്ഷൻ ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയായിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു രസമാണ് കേട്ടോ. കണ്ടോ നിങ്ങൾ, ഈ നാടിൻ്റെ ലോക്കലായിട്ടുള്ള ഒരു സ്പന്ദനം. ഹായ്, ടൗണിലെ ലോക്കൽ സ്പന്ദനം കേട്ടോ. ഇവിടെ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതുണ്ട് ആ ഒരു ബോർഡ്, സുനാമി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡയറക്ഷനിൽ ഓടണമെന്ന് നമുക്ക് വെളിവാക്കി തരുന്ന ബോർഡുകൾ ഇവിടെ എല്ലാം ഈ തീരപ്രദേശത്തുള്ള എല്ലാ സ്ഥലത്തും ഉണ്ടോ നിങ്ങൾക്കറിയാം. സുമാത്ര എന്ന് പറയുന്ന അത്രമാത്രം സുനാമിയെ പേടിച്ച് കഴിയുന്ന ഒരു ദ്വീപ് സമൂഹമാണ് കേട്ടോ. അല്ല, ഒരു ദ്വീപാണ്. ഞാൻ ഇവിടെയുള്ള ഒരു ഷോപ്പിൽ വന്നു, പക്ഷേ ഇവിടെ 10,000 mAh ഉള്ളൂ. 10,000 കൊണ്ട് നമുക്കൊന്നും ആവില്ല. അപ്പം അടുത്ത മൊബൈൽ ഷോപ്പ് പിടിക്കണേ. എന്തൊക്കെ പാടാൻ നോക്കി നിങ്ങൾ, ഒരു യാത്രയ്ക്ക് മുമ്പ് എന്തൊക്കെ കണ്ടുപിടിക്കണമെന്നുള്ളത്. ആകാശം ഗോൾഡൻ ആയല്ലോ ദൈവമേ. ഒരു ഗ്രാബ് വിളിച്ചിട്ട് ഇതാ കറക്റ്റ് 3681 അടുത്ത ഷോപ്പിലോട്ട് പോവുകയാണ് കേട്ടോ. അതായത് ഇവിടെ നിന്നും ഒരു 2 കിലോമീറ്റർ അടുപ്പിച്ചുള്ള ഒരു സ്ഥലം, അങ്ങോട്ടേക്ക് നമുക്കൊരു 50-55 രൂപയ്ക്ക് പോകാൻ പറ്റും ബൈക്കിലാണെങ്കിൽ. അതാണ് ഗ്രാബ് പോലുള്ള ഓൺലൈൻ ടാക്സികളുടെ ഒരു ഗുണമേ. ടൗണിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലെ ഈ ഒരു ഊബർ മോലെയൊക്കെ വലിയ പ്രശ്നങ്ങൾ, ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കണല്ലോ, പൂട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഇവിടെയൊക്കെ നല്ല രീതിക്കുണ്ട്. ഈവൻ തായ്ലൻഡിലൊക്കെ ആണെങ്കിലും ഇത് അവിടെയൊക്കെ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന സ്ഥലമാണല്ലോ. അവിടെയൊക്കെ ഈ ഓൺലൈൻ ടാക്സികൾ ടൂറിസ്റ്റുകളൊക്കെ സംബന്ധിച്ച് ഭയങ്കര, ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇങ്ങനെ വന്നിറങ്ങുമ്പം അറിയാത്തൊരു സ്ഥലത്ത് അത്യാവശ്യം നല്ല റേറ്റിൽ വിശ്വാസം, അതായത് ട്രസ്റ്റ്, പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു കമ്പനി രജിസ്റ്റേർഡ് ആണല്ലോ.
അല്ലാതെ ഇവിടെ വേറെ എവിടെയെങ്കിലും ഒന്നും നമ്മളെ കൊണ്ടുപോകത്തില്ല. സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ടൂറിസ്റ്റുകളെ സംബന്ധിച്ച് ഈ ഒരു ഓൺലൈൻ ടാക്സികൾ വൻ ഉപകാരമുള്ളൊരു സാധനമാണ്. അപ്പോൾ ടൂറിസം വളരണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ തിണ്ണമെടുക്ക് കാണിച്ച് ആ ലോക്കലിലുള്ള ആളുകൾ മാത്രമേ ഓടാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് ഒട്ടും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ പറയണം കേട്ടോ. എൻ്റെ പൊന്നെ, നിങ്ങളിതാ ഇവിടെ നോക്കി, ശരിക്കും ആകാശത്ത് ഏതോ ഒരു ക്യാൻവാസിലോട്ട് നോക്കുന്ന പോലെയാണ്. ഫുള്ള് കളറ്, അതിൻ്റെ കൂടെ ആ ഒരു മസ്ജിദിൻ്റെ കളറും ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കുണ്ടല്ലോ വല്ലാത്തൊരു രസമേ. എയർ പൊല്യൂഷൻ ഏറ്റവും അധികം കുറഞ്ഞിട്ടുള്ള ഇന്തോനേഷ്യയുടെ ഭാഗങ്ങളാണ് ഈ ഒരു സുമാത്രയുടെ പതാങ് റീജിയൻ. അതുകൊണ്ട് തന്നെയാണ് ആകാശത്ത് നമുക്ക് ഇത്രയധികം കളർ വൈവിധ്യങ്ങൾ കാണാൻ പറ്റുന്നത്. എങ്ങും പുകപടലങ്ങളോ അല്ലെങ്കിൽ മൂടൽമഞ്ഞ് പോലുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഉള്ള ഒന്നുമില്ല. ആകാശം വൈകിട്ടാകും, അതുപോലെ തന്നെ രാവിലെയും അങ്ങോട്ട് ചുവന്ന് തുടുക്കും കേട്ടോ. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റ് ഏരിയയിലേക്ക് വന്നു ചേർന്നു. ഇതാണ് ഇവരുടെ ഒരു പ്രധാന മാർക്കറ്റ് ഭാഗം. ഇവിടെ വലിയൊരു മൊബൈൽ ഷോപ്പ് ഉണ്ട്. അവിടെ കിട്ടിയില്ലെങ്കിൽ പതാങ്ങിൽ വേറെ എവിടെയും നമുക്ക് വലിയ പവർ ബാങ്ക് കിട്ടത്തില്ല. ഞാൻ ശരിക്കും ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എങ്കിൽ ഇന്ന് പറ്റുമെന്ന് ഒട്ടും വിചാരിച്ചതല്ല. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു പതാങ് നമ്മളെ കറക്കി ഇതിൻ്റെ ഹൃദയത്തിൻ്റെ പോയിന്റിലേക്ക് നമ്മളെ വിളിച്ചടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും നന്നായി. ഞാൻ ഇവിടെയുള്ള ഒരു ഷോപ്പിൽ വന്നിട്ട് 20,000 mAh 2 ബാറ്ററി പവർ ബാങ്ക് വാങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ വേറൊരു 20,000 എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അറൗണ്ട് ഒരു 7 ലക്ഷം രൂപ, 6,90,000 രൂപയാണ് ഇത്രയും സാധനത്തിനായത്. ഏതൊക്കെയോ കമ്പനി, വിവാൻ എന്ന് പറയുന്ന കമ്പനി ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും വർക്കാകുമെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു തെരുമക്കാശേ. ഓക്കെ, ഇവരാണ് കേട്ടോ ഇവിടുത്തെ ബൈ സെയിൽസ് ഗേൾസ്. അപ്പം അവരെനിക്ക് അത്യാവശ്യം എത്ര പേരെ 7.5 ലക്ഷം രൂപ പറഞ്ഞത്, അത് പറഞ്ഞ് 60,000 രൂപ കുറച്ചിട്ട് എനിക്ക് 6,99,000 തന്നതാണ് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഹോട്ടലിലോട്ട് പോകുമ്പോൾ ദൈവമേ, സാധനമൊക്കെ വാങ്ങിയപ്പോഴത്തേക്ക് ഇരുട്ടിപ്പോയല്ലോ. നമുക്ക് ചെന്നിട്ട് ഈ ഒരു പവർ ബാങ്ക് എല്ലാം ചാർജിനിട്ട് സെറ്റാക്കി ഫുൾ ചാർജായിട്ട് വേണം നാളെ കാട് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. നേരെ ഹോട്ടലിൽ വന്ന് എൻ്റെ പുതിയ പവർ ബാങ്ക് രണ്ടും ചാർജിനിട്ടതിന് ശേഷം ഞാൻ നടക്കാനായിട്ടല്ല, ഇവിടെ വന്നിട്ട് എനിക്ക് ഇന്തോനേഷ്യയിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡുണ്ട്, സത്തേ പതാങ്. ആ ഒരു സാധനം കിട്ടുമോ എന്നുള്ളത് തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. അത് അതിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നൈസ്. ഹായ്. ചിക്കൻ ഇതുപോലെ ബാർബിക്യൂ ആക്കിയും അതുകൂടാതെ ചിക്കനും അതുപോലെ തന്നെ എന്തൊക്കെയോ സാധനം മസാലകളൊക്കെ ഇട്ടുണ്ടാക്കിയിട്ടുള്ള ഒരിതും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ സത്തേ പതാങ് എന്ന് പറയുന്നത്. നമ്മുടെ സാധനം ഇതാ വന്നിട്ടുണ്ട്. പക്ഷേങ്കിലുണ്ടല്ലോ ചെറിയൊരു അബദ്ധം പറ്റി. ഒന്നാമത്തെ അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒറിജിനൽ ആ സാധനമല്ല, ഇത് ബീഫാണ്. ബീഫ് കൊണ്ട് ബാർബിക്യൂ ചെയ്തേക്കുന്നതാണ്. അതുകൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു മധുരം വരുന്നുണ്ട്. ഞാൻ മുമ്പ് അന്ന് സിൽവിയൻ്റെ ഒക്കെ കൂടെ പോയപ്പോൾ കഴിച്ചതാണ് ഒറിജിനൽ സാധനം. അതിനുണ്ടല്ലോ അങ്ങനെയൊരു മധുരമൊന്നുമില്ല, പക്ഷേ നല്ല രസമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടായിരുന്നു പിടിയുടെ ഒരു ടേസ്റ്റായിരുന്നു. ഇതിനാ ടേസ്റ്റല്ല, സാധനം വേറെ. ഞാൻ ഇവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് നേരെ വന്നിട്ട് തെരുമക്കാസി നന്ദി. യെസ്, ഞാൻ മലയാളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വാങ്ങാനായിട്ട് വന്നതാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഞാൻ തിരിച്ച് റൂമിൽ പോയിട്ട് കാണിച്ചു തരാം. ബാക്ക് പാക്കർ സുധി. ഞാൻ ചാനൽ കാണിച്ചു കൊടുക്കട്ടെ അവർക്ക്. അതെ, ഞാൻ തിരിച്ച് നടക്കുന്ന നടത്തത്തിൽ ഒറിജിനൽ സത്തേ പതാങ് ഇതാ ഇവിടെ കണ്ടു. അപ്പം ചിക്കൻ തന്നെ ഉള്ളത് എന്തായാലും കഴിക്കാനായിട്ട് വന്നതല്ലേ. അത് ഇവിടെ ചെറിയൊരു കടയാണ്, ആ ഒരു കടയിലാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം പാഴ്സൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ അധികം വയറൊന്നും അറിയില്ല കേട്ടോ, ഇത്രയും സാധനമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് 2 എണ്ണമൊക്കെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. കണ്ടില്ല നിങ്ങൾ, ഇതിൻ്റെ റൈസ് ശരിക്കും ഇങ്ങനെയാണ്. ഞാൻ മുമ്പ് കാണിച്ചില്ലായിരുന്നു, ആ ഒരു ഓലയുടെ പോലത്തെ ആ ഒരു ചതുരത്തിലുള്ള സാധനത്തിൻ്റെ അകത്താണ് റൈസ് വേവിച്ചത് അങ്ങനെ വെക്കുക. അതും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് അരച്ചതാണ്. പാഴ്സൽ നേരെ റൂമിലെത്തിയതിന് ശേഷം എൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. നാളെ അതിരാവിലെ നമുക്ക് ഇവിടെ നിന്ന് പുറപ്പെടണം ഷിപ്പിൽ മെന്തവായി എന്ന ഐലൻഡിലേക്ക്. അവിടെ ഈ പൈസയ്ക്കൊന്നും വലിയ കാര്യമില്ല കേട്ടോ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.